ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ രക്ഷിതാവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള യാത്രയിലാണല്ലോ നാം. അപ്പത്തിൻ്റെ ഭവനത്തിൽ വന്നു പിറന്ന ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ ജീവൻ്റെ അപ്പം നമുക്കായി ഭൂമിയിലേക്ക് തൻ്റെ പിതാവിനാൽ ആനയിക്കപ്പെട്ടു. രാജകൊട്ടാരങ്ങളും രാജകുമാരിമാരുടെ ഉദരങ്ങളും ദൈവപുത്രൻ്റെ വരവിനായി കാത്തിരുന്നു. എന്നാൽ മാനവരക്ഷയ്ക്കായി ഉദയം ചെയ്ത രക്ഷകൻ സാധാരണക്കാരിയും ദൈവപ്രീതിക്ക് പാത്രവുമായിരുന്ന കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ ജാതം ചെയ്യുകയും തലചായ്ക്കുവാൻ ഇടമില്ലാതെ കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്യേണ്ടി വന്നു. ഇന്നും നാം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ അവനെ അന്വേഷിച്ചു പോകാതെ അവൻ നമ്മെ തേടി എത്തട്ടെ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മനോഭാവം. ഇവിടെയാണ് ആ നക്ഷത്രം നമുക്ക് വഴികാട്ടിയാകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഇവിടെ, ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനന വിവരം അറിഞ്ഞ് അവനെ തേടി പുറപ്പെട്ട വിദ്വാൻമാരുടെ വാക്കുകളാണിത്. അവരെ നയിച്ചതോ കിഴക്ക് കണ്ട നക്ഷത്രവും. അതേ നക്ഷത്രം തന്നെയാണ് ഇന്നും നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. എന്നാൽ ആ നക്ഷത്രത്തെ പിന്തുടരാതെ നമ്മുടെ പാതകളിൽ സഞ്ചരിക്കുവാനാണ് നാം പലപ്പോഴും ശ്രമിക്കുന്നത്. ഒന്നാമതായി അത് വഴികാട്ടുന്ന നക്ഷത്രമായിരുന്നു. കിഴക്ക് കണ്ട നക്ഷത്രത്തിൻ്റെ സഹായം കൂടാതെ ഒരുപക്ഷെ ആ വിദ്വാൻമാർക്ക് രക്ഷകനെ കാണുവാൻ സാധിക്കുമായിരുന്നില്ല. മറ്റ് യാത്രാമാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന് ഇത്രയും ദൂരം വന്ന് ദൈവപുത്ര ദർശനം നടത്തുവാൻ വിദ്വാൻമാർ കാണിച്ച ആ ദൈവഭക്തി വളരെ പ്രശംസനാർഹമാണ്. ഈ ക്രിസ്മസ് കാലത്ത് ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ക്രിസ്തുവിനെ തേടി പോകുവാൻ നമ്മിൽ എത്ര പേർ തയ്യാറാകും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി അത് കരുതലിൻ്റെ നക്ഷത്രമാണ്. കിഴക്ക് നിന്ന് യെരുശലേം വരെയും തുടർന്ന് ബേത്ലഹേം വരെയുമുള്ള യാത്രയിൽ ഉണ്ടാകുവാൻ ഇടയുണ്ടായിരുന്ന സകല അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചത് ആ ദിവ്യ നക്ഷത്രമായിരുന്നു. തനിക്ക് ഭീഷണിയായേക്കാവുന്ന ശിശുവിനെ കാണുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട വിദ്വാൻമാരോട് ശിശുവിനെ പറ്റിയുള്ള വിവരങ്ങൾ രാജാവ് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം അവരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് മുമ്പായി ആ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു. രാജാവിൻ്റെ വാക്കുകളിൽ സ്വാധീനപ്പെടാതെ അവരെ കാത്ത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് ആ നക്ഷത്രം എത്തിക്കുന്നു. മൂന്നാമതായി അത് സന്തോഷം നൽകുന്ന നക്ഷത്രമായിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവരുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നുവെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ലോകം മുഴുവനും ലഭിക്കുവാനിരുന്ന സന്തോഷത്തിൻ്റെ ആ വാർത്ത, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആ ഒരു വലിയ ദൂത് ആ നക്ഷത്രമാണ് അവരെ അറിയിച്ചത്. ആ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം ശിശുവിനെ മാതാവിനോടൊപ്പം കണ്ടപ്പോൾ ഉണ്ടാകുകയും കാഴ്ചകൾ സമർപ്പിച്ച് അവർ ശിശുവിനെ വണങ്ങുകയും ചെയ്തു. വിദ്വാൻമാരെ ബേത്ലഹേമിലേക്ക് നയിച്ച വഴികാട്ടിയായി കരുതുന്ന സ്നേഹത്തിൻ്റെ പ്രകാശ നക്ഷത്രം ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം എന്നരുളി ചെയ്ത ക്രിസ്തു തന്നെയാണ്. നക്ഷത്രം കണ്ട് ബേത്ലഹേമിലേക്ക് വന്ന വിദ്വാൻമാർ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് പ്രകാശിതരായി മടങ്ങിപ്പോകുന്നു. ആ ക്രിസ്തുവാകുന്ന നക്ഷത്രത്തെയാണ് നാം പിന്തുടരേണ്ടത്. അവനാണ് നമ്മുടെ വഴികാട്ടി. കാരണം അവൻ നമ്മെ തൻ്റെ പാതയിൽ നടത്തുന്നു. അവനാണ് നമ്മുടെ കരുതലിൻ്റെ നക്ഷത്രം. കാരണം അവൻ നമുക്കായി പാപത്തിനോടും മരണത്തോടും യുദ്ധം ചെയ്യുന്നു. അവനാണ് നമ്മുടെ സന്തോഷം. കാരണം എന്നേക്കുമുള്ള നിത്യജീവൻ്റെ സന്തോഷം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ദാനനിമിത്തം ദൈവത്തിന് നമുക്ക് സ്തോത്രം സമർപ്പിക്കാം. ആ വലിയ ദാനം
തൻ്റെ ഏകജാതനെ നമുക്കായി നൽകി എന്നുള്ളതാണ്. ലോകം മുഴുവനും മഹാവ്യാധിയുടെ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഈ ജനനപ്പെരുന്നാളും പുതുവർഷവും പ്രത്യാശയുടെ പുതുകിരണങ്ങൾ തെളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വഴികാട്ടിയും കരുതലിൻ കരങ്ങളും സന്തോഷത്തിന് കാരണവുമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജനനപ്പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.